ഹലോ പീപ്പിൾ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ മാർവൻ ഹിയർ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഈ അറ്റ്ലാന്റിക്കും പസഫിക്കും സമുദ്രങ്ങളുടെ നടുവിൽ ഞങ്ങൾ സെയിലേഴ്സിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യാന്നുള്ളത്? ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ ഈ ഇഷ്യൂ ഫേസ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഷിപ്പിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, അതായത് UN-ൻ്റെ കീഴിലുള്ള ഷിപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പറയുന്ന എല്ലാ മെഡിസിൻസും നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഷിപ്പിൽ ഡോക്ടറില്ല. കാരണം നമ്മുടെ ഷിപ്പ് കാർഗോ ഷിപ്പാണ്, ക്യാരി ചെയ്യുന്നത് കണ്ടെയ്നേഴ്സാണ്. ആൻഡ് മാക്സിമം നമ്പർ ഓഫ് ക്രൂ ഉള്ളത് 25 ആണ് ഇപ്പോൾ നമ്മുടെ കപ്പലിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലീഗലി ഒരു ഡോക്ടറിൻ്റെ ആവശ്യം നമ്മുടെ ഷിപ്പിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാരി ചെയ്യുന്നില്ല. പിന്നെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുക? അപ്പോൾ ഞങ്ങൾ സെയിലേഴ്സ് ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മുടെ ഷിപ്പിലുള്ള എല്ലാ സെയിലേഴ്സും ഒരു കോഴ്സ്, മെഡിക്കൽ ഫസ്റ്റ് എയ്ഡിൻ്റെ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഓൾ ക്രൂ, അതായത് നമ്മുടെ ഷിപ്പിലുള്ള എല്ലാ ക്രൂവും എലമെൻ്ററി ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഓഫീസേഴ്സും മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള കോഴ്സ് അതിന് പുറമെ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ നമ്മുടെ ഷിപ്പിലെ ക്യാപ്റ്റനും ചീഫ് ഓഫീസറും മെഡിക്കെയർ എന്ന് പറയുന്ന വേറൊരു കോഴ്സും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇനീഷ്യലി ഒരു മെഡിക്കൽ എമർജൻസി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിയിലെ ഡോക്ടറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് റേഡിയോ ടെലിമെഡിക്കൽ അഡ്വൈസ് എടുക്കാം. അപ്പോൾ അതൊക്കെ അതിലുള്ളൊരു ഓപ്ഷൻസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കടലിൻ്റെ നടുവിലെ ഈ ഹോസ്പിറ്റൽ ടൂറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ ഷിപ്പിൻ്റെ അക്കോമഡേഷൻ. ഇതിനകത്താണ് ഈ കപ്പലിലെ എല്ലാ ജീവനക്കാരും താമസിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്താണ്, അതായത് നാവിഗേഷൻ കൺട്രോൾ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ കപ്പൽ ഓടിക്കുക. ഏകദേശം ഒരു 10 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ അത്രയും ഹൈറ്റും വലുപ്പമൊക്കെ ഉള്ള ഈ ഒരു അക്കോമഡേഷൻ ഡെക്കിനകത്ത് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മളെല്ലാ സീഫെയർസിൻ്റെയും റൂമുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈബ്രറീസ്, റിക്രിയേഷൻ റൂംസ്, ഡൈനിങ്, അതായത് എല്ലാം, കിച്ചൺ, ഗാലി എല്ലാം ഇതിനകത്താണ് ഉള്ളത്. നമ്മൾ ഡെക്കിലാണ് ഇപ്പോൾ ഉള്ളത്. കപ്പലിൽ ഓരോ നിലകളും ഇങ്ങനെ ഡെക്കുകളായിട്ട് തിരിച്ചതാണ്. അപ്പോൾ ഓരോ ഡെക്കിലും നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അതിന് പുറത്തായിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാകും. ആ ഡെക്കിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡെക്കിലാണ്. ഈ ഷിപ്പിലെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതിൻ്റെ ചാവി ക്യാപ്റ്റൻ്റെയും ചീഫ് മേറ്റിൻ്റെയും കയ്യിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം അതിനകത്ത് ഒരുപാട് മരുന്നുകളുണ്ട്, നർക്കോട്ടിക്സ് ഉണ്ട്, എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊന്നും ആരും മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം നമുക്കുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, നമുക്കൊരു എമർജൻസി ഉണ്ടായിട്ട് ക്യാപ്റ്റനെയോ ചീഫ് മേറ്റിനെയോ വിളിക്കാൻ പറ്റാതെയോ കണ്ടുപിടിക്കാൻ പറ്റാതെയോ അവർ വരാൻ കാത്തിക്കാനുള്ള നേരം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ചില്ല് കൂടിനകത്തുള്ള ഈ ചാവി ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹാമർ എടുക്കുക, ചില്ല് പൊട്ടിക്കുക, ചാവി എടുക്കുക, ഹോസ്പിറ്റൽ തുറന്നിട്ട് നമുക്ക് ഹോസ്പിറ്റൽ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് എമർജൻസി കേസിൽ മാത്രമേ പറ്റുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഷിപ്പിലെ ഹോസ്പിറ്റൽ. അപ്പോൾ കയറിയ ഉടനെ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ഡിഫിബ്രിലേറ്റർ കാണാം. ഈ റൈറ്റ് സൈഡിലെ ഈ വലിയ ഷെൽഫിനകത്താണ് നമ്മൾ എല്ലാ മരുന്നുകളും സൂക്ഷിക്കുന്നത്. താഴെ കാണുന്ന ഓറഞ്ച് ബാഗാണ് എമർജൻസി മെഡിക്കൽ കിറ്റാണ്. അതായത് നമ്മളൊരു പേഷ്യൻ്റ് റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ ബാഗ് എടുത്തിട്ടാണ് ആ പേഷ്യൻ്റെ അടുത്തേക്ക് പോവുക. പിന്നെ നമുക്ക് പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബെഡ് ഉണ്ട്. അതിന് താഴെ തന്നെ പേഷ്യൻറ്റിനെ ക്യാരി ചെയ്യാനുള്ള സ്ട്രെച്ചറുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാമ്പ് കാണാം. അതിന് കുറച്ചപ്പുറത്ത് നമുക്കൊരു ഓഫീസ് ഏരിയ കാണാം. അതായത് ഫസ്റ്റ് എയ്ഡ് ബോക്സുകളും കുറച്ച് സ്റ്റേഷനറീസും ഒക്കെ ഉള്ള ഒരു ഓഫീസ് ഏരിയ. അതിന് മേലെയായിട്ട് നമുക്ക് മെഡിക്കൽ റെഫറൻസിന് വേണ്ടിയിട്ടുള്ള ബുക്സും പബ്ലിക്കേഷൻസൊക്കെ കാണാം. കുറച്ച് പോസ്റ്റേഴ്സൊക്കെ നമ്മൾ ചുമരിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു സിങ്ക്, അതുപോലെ തന്നെ കുറച്ച് സിലിണ്ടേഴ്സ്, കുറച്ച് എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. ഈ അടുത്ത റൂമിലാണ് നമ്മൾ പേഷ്യൻറ്റിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ഒബ്സർവേഷനിൽ വെക്കാനും അതുപോലെ തന്നെ മെഡിക്കൽ ഇവാക്വേഷൻ നടത്തുന്നത് വരെ നമ്മൾ സേഫായിട്ട് പേഷ്യൻറ്റിനെ ശുശ്രൂഷിക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റൂമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം വലിയൊരു ഓക്സിജൻ സിലിണ്ടർ. അത് വേണ്ട അത്ര നേരം പേഷ്യൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ ആ ഒരു കോർണറിലായിട്ട് നമുക്ക് കുറച്ച് സ്റ്റോറേജ് ഏരിയ ഉണ്ട്, കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമാണ്. അപ്പോൾ ഈ ബാത്റൂമിൽ നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലൊരു ടബുണ്ട്. അത് നോർമലി ഷിപ്പിലെ ടോയ്ലറ്റിൽ ഉണ്ടാവാത്തൊരു കാര്യമാണ്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഷിപ്പിൽ ഏറ്റവും കൂടുതൽ നമ്മൾ റിസ്ക് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഈ ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത്. അതായത് നമ്മളെ ലോസ് ഓഫ് ബോഡി ടെമ്പറേച്ചറാണ്. അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടബിലുണ്ട്. അതായത് നമ്മൾ ഈ വെള്ളം വേരിയസ് ടെമ്പറേച്ചറിൽ നിന്ന് കുറേശ്ശെ ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അത്. പിന്നെ ഈ പേഷ്യൻ്റ് ഇവിടെ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടായിട്ട് ആരെങ്കിലും വിളിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഹോസ്പിറ്റൽ അലാം എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ അലാമിൻ്റെ അറ്റത്തായിട്ട് നമുക്കൊരു ബട്ടൺ ഉണ്ട്, അതായത് ഒരു റെഡ് ബട്ടൺ കാണാം. അപ്പോൾ ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബ്രിഡ്ജിൽ, അതായത് കപ്പലോടിക്കുന്ന നാവിഗേഷൻ സെൻറ്ററിൽ ഭയങ്കര ഒഡിബിളായിട്ടുള്ള വലിയൊരു അലാം അടിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മളെ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻറ്റിന് അറ്റൻഷൻ വേണം, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളവിടെ ഹെൽപ്പ് വേണം. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ഒരാളെ വിടും. ഇനി ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഷിപ്പിലെ ഫാർമസി കാണിച്ചു തരാം. അതായത് നമ്മൾ മരുന്ന് വെക്കുന്ന ഷെൽഫ് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്താണ്, ഈ ഷെൽഫിനകത്താണ് നമ്മൾ എല്ലാ മരുന്നുകളും കീപ്പ് ചെയ്യുന്നത്. അതായത് യുണൈറ്റഡ് നേഷൻ്റെ കീഴിലുള്ള IMO ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പറയുന്ന എല്ലാ മരുന്നുകളും നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം മരുന്നുകൾ, എക്യുപ്മെൻറ്റ്സുകൾ, ബാൻഡേഡ്സ് എല്ലാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് മേജർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? അതിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് എല്ലാ കൊല്ലവും ഈ സെയിലേഴ്സിന് മെഡിക്കൽ ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് അത് ക്ലിയർ ആയാൽ മാത്രമാണ് നമുക്ക് എന്തായാലും ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഷിപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ നമ്മൾ മേജറായിട്ട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ ഒരിക്കലും എന്താവില്ല, മെഡിക്കൽ ക്ലിയർ ആവില്ല, അവർക്ക് ഷിപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് പുറമെ ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ആക്സിഡൻറ്റുകൾ ഉണ്ടാവാം ഷിപ്പിൽ. അങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ മെഡിക്കൽ ഇവാക്യുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളെ ഹെലികോപ്റ്ററിൽ നമ്മളെ അടുത്തുള്ള രാജ്യത്ത് ഏത് രാജ്യമാണോ ഉള്ളത് അവിടുന്ന് ഹെലികോപ്റ്റർ വന്നിട്ട് നമ്മളുടെ ഈ സ്ട്രക്ചറിൽ നമ്മളെ ഇവാക്യുവേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ അതിലൊരു വലിയ പ്രശ്നമുണ്ട്. ഈ ഹെലികോപ്റ്ററിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് ഹെലികോപ്റ്ററിന് വന്ന് പോവാ എന്നുള്ള ഒരു ഏരിയ അത് വളരെ ചെറുതാണ്. അപ്പോൾ നമ്മുടെ ഷിപ്പ് ആയിരക്കണക്കിന് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഏറ്റവും അടുത്തുള്ള ലാൻഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഏരിയയിൽ ഹെലികോപ്റ്ററിന് വന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ എത്തുന്നത് വരെ നമ്മൾ പേഷ്യൻറ്റിനെ ജീവനോടെ നിലനിർത്തുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷനിൽ ഈ പേഷ്യൻറ്റിൻ്റെ ചാൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷിപ്പിൽ ഇത്രയും ഫെസിലിറ്റീസൊക്കെ കൊടുക്കുന്നത്. ഈ മരുന്നുകളും എക്യുപ്മെൻറ്റ്സും ഓക്സിജനും എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കടലിൻ്റെ നടുവിലെ ഹോസ്പിറ്റൽ ടൂർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ് ഈസ് മാർവൻ സൈനിങ് ഓഫ്.